ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ഗുണ്ടൽപേട്ടിലാണ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് മൈസൂരിനടുത്തുള്ള ത്രിവേണി സംഗമമാണ്. കർണാടകയിലെ ചാമരാജനഗർ ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന മുനിസിപ്പൽ ടൗണാണിത്. ദ ഫ്ലവർ പോർട്ട് ഓഫ് ഇന്ത്യ എന്ന് ഇതറിയപ്പെടുന്നു. ഗുണ്ടൽപേട്ട് ബസ് സ്റ്റാൻഡാണ് നമ്മൾ ഈ കാണുന്നത്. ഗുണ്ടൽപേട്ടിൽ നിന്ന് മൈസൂരിലേക്ക് 58 കിലോമീറ്ററാണ് ദൂരം. മൈസൂരിലെ ചാമുണ്ടി ഹില്ലാണ് നമ്മൾ ഈ കാണുന്നത്. 2012 ഓപ്പണായ ഔട്ടർ റിംഗ് റോഡിലൂടെയാണ് നമ്മുടെ യാത്ര. 42.5 കിലോമീറ്റർ ദൂരമുണ്ട് ഇതിന്. 21 കിലോമീറ്റർ ദൂരമാണ് മൈസൂരുവിൽ നിന്നും ത്രിവേണി സംഗമത്തിലേക്കുള്ളത്. ശ്രീരംഗപട്ടണ ഹെറിറ്റേജ് സർക്യൂട്ടിൽ ഉൾപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണിത്. ത്രിവേണി സംഗമത്തിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഇടത്തരം കൂൾബാറുകളും ഹോട്ടലുകളും കരകൗശല ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രങ്ങളുമാണ് ഇവിടെ നിറയെ. ഇവിടെ എത്തുന്ന ആളുകൾക്ക് വിശ്രമിക്കുന്നതിനുള്ള സൗകര്യങ്ങളും അധികൃതർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടങ്ങളിലെല്ലാം തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളും ഉണ്ട്. വാഹനം പാർക്ക് ചെയ്ത് ഞാൻ ത്രിവേണി സംഗമ സ്ഥാനത്തേക്ക് നടന്നു. ഈ കാണുന്നത് ശ്രീ ഭഗന്തേശ്വര ശിവക്ഷേത്രമാണ്. ഇവിടെ ഹിന്ദു മതാചാര പ്രകാരമുള്ള പിതൃകർമ്മങ്ങൾ ചെയ്യാനായി ധാരാളം ആളുകൾ എത്താറുണ്ട്. ത്രിവേണി സംഗമം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് 3 നദികളുടെ ഒരു സംഗമ ഭൂമിയാണ്. കാവേരി, ലോകപാവനി, ഹേമാവതി എന്നിവയാണ് ആ നദികൾ. യഥാർത്ഥത്തിൽ ശ്രീരംഗപട്ടണത്തിന് 2 കിലോമീറ്റർ മുൻപ് കാവേരി നദി 2ആയി പിളർന്ന് 2 ശാഖകളും പരസ്പരം സമാന്തരമായി ഒഴുകി സംഗമത്തിൽ വന്നു ചേരുകയാണ് ചെയ്യുന്നത്. അപ്രകാരം ലോകപാവനി, ദക്ഷിണ കാവേരി, ഉത്തര കാവേരി എന്നിവയാണ് ആ നദികൾ. ഇവിടുത്തെ കൽപ്പടവിൽ നിന്ന് നോക്കുമ്പോൾ 3 പുഴകളും ഒരുമിച്ച് ചേർന്ന് ഒരു വലിയ നദിയായി ഒഴുകിപ്പോകുന്നത് നമുക്ക് കാണാം. ഇത് തമിഴ്നാട്ടിലെ മേട്ടൂർ അണക്കെട്ടിലേക്കാണ് എത്തിച്ചേരുന്നത്. ഇവിടുത്തെ വഴിപാടുകളിലൊന്നാണ് മീനൂട്ട്. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളെ മുഖ്യമായി ആകർഷിക്കുന്ന ഒന്നാണ് ഈ കൊട്ടത്തോണിയിലൂടെയുള്ള യാത്ര. അതിനായി സഞ്ചാരികളെയും കാത്ത് 4-5 കൊട്ടത്തോണികളും അതിൻ്റെ തുഴക്കാരും തയ്യാറായി നിൽക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ ഹൊഗനക്കലിലെ കൊട്ടത്തോണി യാത്ര പോലെ ആസ്വാദ്യകരമല്ലെങ്കിലും ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ചെറിയ ചെലവിൽ ഒരു കൊട്ടത്തോണി യാത്ര തരപ്പെടുത്താവുന്നതാണ്. ഇവിടുത്തെ വെള്ളത്തിനടിയിൽ ധാരാളം കരിങ്കൽ ശില്പങ്ങൾ കാണുന്നുണ്ട്. ധാരാളം വിഗ്രഹങ്ങളുള്ള എന്നാൽ ശ്രീകോവിലില്ലാത്ത ഒരു ക്ഷേത്ര നിർമ്മിതിയാണ് ഇവിടെയുള്ളത്. ഈ കാണുന്ന കൽപ്പടവുകളിലാണ് പ്രശസ്ത തമിഴ് ചലച്ചിത്രമായ ദളപതിയുടെ ചില രംഗങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ളത്. ത്രിവേണി സംഗമത്തിൻ്റെ തൊട്ടു മുകളിലായിട്ടാണ് മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന ടിപ്പു സുൽത്താൻ്റെയും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെയും അന്ത്യവിശ്രമ സ്ഥാനം. ഏകദേശം 10 മിനിറ്റോളമുള്ള ഞങ്ങളുടെ ഈ കൊട്ടത്തോണിയിലെ യാത്ര വളരെ രസകരമായിരുന്നു. ഈ കൊട്ടത്തോണിയിൽ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ത്രിവേണി സംഗമ സ്ഥാനത്തിൻ്റെ വിശാലത ഒന്നുകൂടി ബോധ്യപ്പെടുന്നത്. ഇവിടെ നിന്ന് താഴേക്ക് പോകുമ്പോൾ ആ 3 നദികളുടെയും സംഗമം നമുക്ക് വ്യക്തമായി കാണാം. ഇടയ്ക്ക് ഈ കൊട്ടത്തോണി ശക്തമായി വട്ടം കറക്കി ഞങ്ങളെ ഒന്ന് പേടിപ്പെടുത്തുകയും ചെയ്തു. കൊട്ടത്തോണി യാത്ര കഴിഞ്ഞ് പതിയെ തീരത്തേക്ക് മടങ്ങുകയാണ്.
മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേയിൽ സഞ്ചരിക്കുമ്പോൾ അരമണിക്കൂർ കൊണ്ട് വന്ന് സന്ദർശിച്ച് മടങ്ങാവുന്ന ഏറ്റവും നല്ലൊരു ഡെസ്റ്റിനേഷനാണിത്. അങ്ങനെ ത്രിവേണി സംഗമത്തിലെ കാഴ്ചകൾ കണ്ട് നമ്മൾ മടങ്ങുകയാണ്. പുതിയ കാഴ്ചകളുടെ ഒരു പുതിയ അധ്യായവുമായി നമുക്ക് വീണ്ടും കാണാം.